വാണിജ്യാവശ്യത്തിനുള്ള LPG സിലിണ്ടർ വില വർദ്ധിപ്പിച്ച പെട്രോളിയം കമ്പനികൾ സിലിണ്ടറിന്റെ വില 2000 പിന്നിട്ടു. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമുണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതേസമയം ഇരട്ടിയിലേറെ വർദ്ധിപ്പിച്ച വ്യോമയാന ഇന്ധന വില സംബന്ധിച്ച് വ്യക്തത വരുത്തുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എല്ലാ മാസവും 1-ാം തീയതി തന്നെയാണ് രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില പരിഷ്കരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ LPGയുടെ വിലയിലും മാറ്റമുണ്ടായിരിക്കുന്നത്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ലെങ്കിലും പാചകവാതകത്തിന്റെ വാണിജ്യോപയോഗം നടത്തുന്ന ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും ഇരട്ടടിയായിരിക്കുകയാണ്. 200 രൂപയോളം വർദ്ധിച്ചിട്ടുള്ള പുതിയ നിരക്ക്. ഇതോടെ ഡൽഹിയിൽ മാത്രം വാണിജ്യാവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില 2000-ന് മുകളിലായി. അതേസമയം കുടിയേറ്റ തൊഴിലാളികൾക്ക് ഉൾപ്പെടെ നൽകുമെന്ന് പറഞ്ഞിരുന്ന 5 കിലോ ഭാരമുള്ള LPG സിലിണ്ടർ വിലയിൽ മാറ്റമുണ്ട്. 50 രൂപയാണ് ഇതിന്റെ നിരക്കിൽ വരുത്തിയിരിക്കുന്ന മാറ്റം. ഈ രാജ്യത്തേക്കുള്ള LPG ഇറക്കുമതി കുറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പരിഷ്കരണം ഉണ്ടായിട്ടുള്ളത്. ഈ വർഷം മാർച്ചിലെ കണക്കുകൾ പ്രകാരം ഇതുവരെ എത്തിയിട്ടുള്ളത് ഏകദേശം 11 ലക്ഷം മെട്രിക് ടൺ LPG മാത്രമാണ്. അതേസമയം തന്നെ ഇപ്പോൾ ഈ LPGയുടെ വിലവർധനവിന് പിന്നാലെ വിമാന സർവീസുകൾക്ക് ഉപയോഗിക്കുന്ന ATF ഇന്ധനത്തിന്റെ വില വർദ്ധിച്ചു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഏറെ ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു വസ്തുത. അതായത് 90,000 രൂപയുണ്ടായിരുന്ന ATF ഫ്യൂവലിന് കിലോ ലിറ്ററിന് ഇപ്പോൾ വില 2 ലക്ഷത്തിന് മുകളിലാണ്. എന്നാൽ അല്പം ആശ്വാസം കിട്ടിയിരിക്കുന്നത് ആഭ്യന്തര സർവീസുകൾക്കാണ്. ആഭ്യന്തര സർവീസുകൾ വർദ്ധിച്ച വിലയുടെ 25% മാത്രം നൽകിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 1 ലിറ്ററിന് 12 രൂപ വെച്ചാണ് അധികം നൽകേണ്ടി വരിക. അതുകൂടാതെ അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് ഇതിന്റെ മുഴുവൻ ഭാരവും ബാധിക്കും. കാരണം പുതുക്കിയ വിലയായ 2 ലക്ഷത്തിന് മുകളിലുള്ള തുക അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നൽകേണ്ടിയും വരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പെട്രോളിന്റെയും ഡീസൽ വില വർദ്ധിക്കുമോ എന്ന ആശങ്ക രാജ്യത്ത് നിലനിൽക്കുകയാണ്. എന്നാൽ ഇത്തരം ആശങ്കകൾക്കിടയില്ല എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നു. അതായത് ഇപ്പോൾ പറയുന്നത് പ്രകാരം പ്രീമിയം പെട്രോളിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുമാണ് വില വർദ്ധിക്കുക എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിനോ ഡീസലിനോ വില വർദ്ധിക്കില്ല എന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ്. ക്യാമറാമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.